പോവില്ലേ പോവില്ലെന്ന് നിങ്ങൾ എങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുന്നത്? ഓരോ വീഡിയോ കാണുമ്പോൾ നോക്കണ്ടേ ആ വീഡിയോയിൽ എന്താണ് ഉള്ളതെന്ന്? പോവും അങ്ങനെ. പിന്നെ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം മഴയൊക്കെയാണ്, എല്ലാവരും വണ്ടിയിലെല്ലാം പോകുമ്പോൾ ഒരൊറ്റെടുത്ത് പോവാണ്. നമ്മളിപ്പോൾ റോഡ് ഇപ്പോൾ സുരക്ഷിതമാണോ അല്ലേ, അല്ലെങ്കിൽ നടന്നു പോകുന്ന യാത്രക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നെല്ലാം നോക്കണം. കാരണം ഇന്ന് ഞാൻ കണ്ടൊരു എന്താ പറയുക ഒരനുഭവമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളിങ്ങനെ പോവുമായിരുന്നു. ആക്ച്വലി നമ്മൾ വണ്ടിയിൽ തന്നെയാണ് പോയത്. പക്ഷേ നടന്നു പോകുന്നൊരു 2-3 യാത്രക്കാരുണ്ടായിരുന്നു. രാവിലെ ഈ ജോലിക്കെല്ലാം പോലെ തിരക്ക് പിടിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. എല്ലാവർക്കും വണ്ടി ഉണ്ടാവണമെന്നൊന്നുമില്ല അല്ലേ? ഞാൻ പറഞ്ഞു തരുന്നത്, അപ്പം റോഡിലെല്ലാം മൊത്തം വെള്ളമാണ്. അറിയാലോ, നമ്മളിപ്പോൾ മഴ രാവിലെ തൊട്ട് നിർത്താതെ എല്ലാം മഴയാണ്. ഈ സമയം വരെയായിട്ട് മഴ തോർന്നിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ നടന്നു പോകുന്ന യാത്രക്കാർക്ക് ചെറിയൊരു മുൻതൂക്കം കൊടുക്കണം. ചെറുതല്ല, വലിയൊരു മുൻതൂക്കം തന്നെ കൊടുക്കണം. കാരണം വെച്ചെങ്കിലും വണ്ടീൻ്റെ ഉള്ളിലാകുമ്പോൾ നമ്മളൊന്നും അറിയില്ല, അവരെ മേലെ വെള്ളമാവുന്നുണ്ടോ, ചളി തെറിക്കുന്നുണ്ടോ ഒന്നും നോക്കാതെ ഒരൊറ്റ എടുക്കലങ്ങ് എടുക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്ത് പോകുന്ന ആൾക്കാർ എല്ലാവരും, ഇതിപ്പം നടന്നു പോകുന്ന അവരാണെങ്കിലും അവരും വണ്ടി എടുത്ത് പോകുന്ന ആൾക്കാരാണ്. പക്ഷേ അതുപോലെ തന്നെ നടന്നു പോകുന്ന ആരാണെങ്കിലും അവരെ മേലെ ചളി തെറിപ്പിക്കാതെ ഈ സമയത്ത് ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥയാണ്. കാരണം നമ്മളിപ്പം ജോബിനെല്ലാം പോയിട്ടിരിക്കും, നനഞ്ഞിട്ടൊക്കെ പോയിട്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ചളിയൊക്കെ നമ്മളെ മേലേക്ക് തെറിക്കുന്നില്ല. അപ്പോൾ ഭയങ്കര നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു വല്ലാത്തൊരു പ്രശ്നം. കാരണം നമ്മൾ അത്ര ആൾക്കാരെ മുമ്പിൽ പോയിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഈ അവസരത്തിൽ നമ്മൾ വണ്ടിയെടുത്ത് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഹെവി വണ്ടി എന്ന് പറയുമ്പോൾ കാറ്, ഓട്ടോറിക്ഷ. എനിക്ക് എത്രയോ പ്രാവശ്യം എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ട്. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ വണ്ടി എന്താ പറയുക ചളി തെറിപ്പിച്ച് ഒറ്റ പോക്ക് അങ്ങോട്ട് പോകും. പക്ഷെ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊല്ലാനുള്ള ദേഷ്യം നമുക്കുണ്ടാവും, അതുപോലെ അവർക്കുണ്ടാവും. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനടക്കമുള്ള യാത്രക്കാർ, നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോൾ നടന്നു പോകുന്ന യാത്രക്കാർക്ക് അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് നല്ല മഴയുള്ള സമയത്താണ് നമുക്ക് റോഡ് കൂടി നമുക്ക് വിചാരിച്ച പോലെ നടക്കാനും പറ്റില്ല. കാരണം കുറച്ചൊരു നല്ലൊരു സ്ഥലം കാണുമ്പോൾ നമ്മൾ അതിൽ കൂടി പോകാനാണ്, നമ്മൾ ചളി കൂടി പോകണമെന്ന് ആരും ആഗ്രഹിക്കില്ലല്ലോ, ആഗ്രഹിക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് വണ്ടിയെടുത്ത് പോകുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. യാത്രക്കാർ വണ്ടിയില്ലാതൊക്കെ പോകുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവർക്ക് ചെറിയൊരു മുൻതൂക്കം നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പം എല്ലാവരും സുരക്ഷിതരാണെന്ന് എന്താ പറയുക വിചാരിക്കുന്നു, സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ